ഹേയ് ഗായ്സ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നിക്കി മോളുടെ ചോറൂണാണ്. ചേട്ടൻ വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, എന്ന് ചോറൂണ് വയ്ക്കാം, എന്ന് ചോറൂണ് വയ്ക്കാം. അങ്ങനെ ഇന്ന് വെച്ചു. വന്നിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ്, കാരണം അവൾക്ക് 6.5 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചോറൂണ് കൊടുക്കണ ദിവസമാണ്. രാവിലെ തന്നെ എന്താണെന്ന് പറയാം, നമ്മളൊക്കെ റെഡിയാകാൻ പോകുന്ന തിരക്കിലൊക്കെയാണ്. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ജലദോഷവും പനിയൊക്കെയാണ്. നമ്മുടെ ലക്കി മോനും സ്കൂളിൽ നിന്ന് അങ്ങനെ പനിയൊക്കെ കിട്ടി, അവിടെ നിന്ന് വന്ന് 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ചേട്ടൻ വന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, വല്ല എന്താ പറയുക, ഒരു ആക്റ്റീവൊന്നും അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ചേട്ടൻ വരേണ്ട സന്തോഷത്തിൽ അവൻ വയ്യെങ്കിലും എണീറ്റിരുന്ന് അച്ഛനെ വിളിക്കാൻ പോകണം, ഉണ്ണി അച്ഛനെ വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൂടെ കൊണ്ടുപോയതാണ്. അല്ലാതെ അവനെ കൊണ്ടുപോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നെ അവൻ ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേന് എനിക്ക് വന്ന് ഇപ്പം ഓക്കെയാണ്. ചേട്ടൻ എനിക്ക് നോക്ക് ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞോ വിശേഷങ്ങൾ? എല്ലാവരും ചേട്ടനെ തിരക്കൊക്കെ ചെയ്ത്. വിശേഷം എന്ന് പറയാനാണ്, ആ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ലീവ് ആർക്കും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് 5 മാസത്തിൽ കൂടുതലായി ലീവ് വന്നിട്ട് ഇവിടെ കാണണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ സേഫ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ലീവ് കിട്ടി വന്ന് നിൽക്കുമ്പോണ്ട ചോറൂണാണ്. നിൽക്കുമ്പോളത് ചുണ്ടരി വാവയാക്കി, കരിയൊന്നും നേരെ വരച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഉറങ്ങിയില്ല. ചേട്ടച്ചനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അമ്മാമ്മ. കേട്ടോ, ഉടുപ്പൊക്കെ ഇടണ്ടേ? വേറെ ഒരിടത്തും വെച്ചിട്ടല്ല ചോറ്, നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാ പ്രാവശ്യവും ചേട്ടൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നമ്മളെ വീട്ടിൽ കാണുന്നത് പതിവാണ്. അപ്പം അത് കണക്കൊക്കെയാണ് ചേട്ടൻ ലീവ് എടുത്ത് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വിശേഷങ്ങൾക്കും ചേട്ടൻ വരാം. അങ്ങനെ നിൽക്കുമ്പോളുടെ ചോറ്, ലക്കിക്കുട്ടൻ്റെ ചോറ് കൂടെ ചേട്ടൻ ഇല്ലായിരുന്നു. നൂല് കെട്ടിയിട്ട് പോയിട്ട് പിന്നെ അടുത്ത് വന്നത് 8 മാസമോ 9 മാസമൊക്കെ ആയപ്പോഴാണ് വന്നത്. അടുത്ത് ബർത്ത്ഡേക്കും ഇല്ലായിരുന്നു ലക്കിക്കുട്ടൻ്റെ. പക്ഷെ ഇവളുടെ കാര്യങ്ങൾക്കൊക്കെ ചേട്ടൻ ഞാൻ പറഞ്ഞു, നമ്മളുടെ മോളെ കാര്യത്തിന് എല്ലാത്തിനും അത് കണക്കാക്കി ലീവിന് വരണം. അങ്ങനെ ലീവും കിട്ടി ഭാഗ്യത്തിന്. ഇനി നമ്മളൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് ഉഷാറാവണം. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ചോറൂടെ നൂലിട്ടെന്നാണ് വരുന്നത്. ചോറൂടെ വീഡിയോയിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അതായത് ഇന്ന് നമ്മൾ ചോറൂണ് നമുക്ക് മറ്റന്നാൾ നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തായാലും പെട്ടെന്ന് നടത്താം, അവൾക്ക് 6.5 മാസമല്ലേ, 6.5 മാസം ആയല്ലോ, നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടത്തിയതാണ്. പിന്നെ എന്താ പറയുക, അടുത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ അറിഞ്ഞ പാടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ്, വരുന്നവരാണ്. പിന്നെ അവരെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പം അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പായസം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ പായസം, നിവേദ്യം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ചോറ് വീട്ടിലായതുകൊണ്ട് ചോറും പിന്നെ ഉപ്പും പുളിയും ഈ മുളകും പിന്നെ കുറച്ച് പഞ്ചസാര, ലാസ്റ്റ് പഞ്ചസാര വായിൽ വെച്ച് കൊടുക്കും. അതായത് എരിച്ചെന്തായാലും കുഞ്ഞുവാവ കരയുമല്ലോ. അപ്പം അങ്ങനെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര. അപ്പം ഞാൻ ചേട്ടനിങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു, ആദ്യം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്നിട്ട് ലാസ്റ്റ് പഞ്ചസാര വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടനാണെങ്കിൽ എല്ലാം എടുത്ത കൂട്ടത്തിൽ പഞ്ചസാരയിലും കൂടെ കൈവച്ചു. കുഴപ്പമില്ല, സാരമില്ല, അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടിട്ടല്ലേ.
സത്യം പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേനും ഈ നിക്കിമോളാണെങ്കിൽ, നിക്കിമോളല്ല ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഈ ചോറൊക്കെ ഇങ്ങനെ ഇവർ കൈകൊണ്ട് ഇങ്ങനെ വാരുമല്ലോ. അപ്പം അവൾക്കിപ്പോൾ എന്തായാലും മനസ്സിലായി കാണും ഇതാണ് നമ്മൾ കഴിച്ച സാധനവും എന്ന്. ഞാൻ ഇങ്ങനെ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു, മക്കളെ ഇതാണ് നമ്മൾ കഴിച്ച സാധനം ചോറെന്ന് പറയുന്നത്. പിന്നെ എരിവൊക്കെ കൊണ്ടപ്പോഴത്തേനുമാണ് അവൾ കരഞ്ഞത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങ് ഉണങ്ങി ഇറക്കുമായിരുന്നു ചോറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോഴത്തേനും അമ്മ അവളെ എടുത്ത് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്കുള്ള സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സദ്യ കഴിക്കാനൊക്കെ പോയി. പിന്നെ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലി ഫോട്ടോസ് എടുത്തു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഏതാണ്ട് ഈവനിങ് ഒക്കെ അടുപ്പിച്ചിട്ടാണ് പോയത്. അത് നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടത്തിയിരുന്നാലും ഫ്രണ്ട്സൊക്കെ അങ്ങനെ ലേറ്റായിട്ട് പോവുള്ളൂ. കുറേ സമയം എല്ലാവരും അതായത് ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്യുന്നൊരു സമയമാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ. അങ്ങനെ അവർ കുറേ നേരം കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നീട് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചോറൂണ് വീഡിയോ കണ്ടല്ലോ. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ച് ചെയ്തൊരു ചടങ്ങായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നടന്നു. അപ്പം വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചേട്ടൻ വരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല, അത് ഞാൻ ചെയ്യാം. എന്തായാലും ഇതാത്തി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.